കുറെ നാളായല്ലേ നല്ല സ്പോട്ട് കണ്ട്. എന്നാ വൈബാ ഇവിടെ അല്ലേ അപ്പൂസേ? ഈ പട്ടിക്കാട് കണ്ടിട്ടാണോ നീ എന്നെ വെളുപ്പിന് 6 മണിക്ക് വിളിച്ചോണ്ട് വന്നത്? ഇത് കാണിക്കാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? എനിക്കൊരു കാര്യം പല്ല് പോലും തേച്ചിട്ടില്ല. ഞാനങ്ങനെ പൊതുവെ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. എൻ്റെ വീടോട് തൊട്ടടുത്താ, നമുക്ക് അങ്ങോട്ട് പോകാം. ബാ. അയ്യോ അങ്ങോട്ടാ കേട്ടോ. അവിടെ നടന്ന് ഭൂമിയുടെ അറ്റം എത്താറായി. നമ്മളിപ്പോ എത്തുന്നേ, നീ വെയിറ്റ് ചെയ്യ്. ഭൂമിയുടെ അറ്റം എത്തുന്ന കാര്യമാണ് ഈ ചെറുക്കൻ പറയുന്നത്. അയ്യോടോ ചെറിയൊരു പ്രശ്നമുണ്ട്, വഴി തെറ്റിയാടാ. ഇങ്ങനെ ഒരു മൊണ്ണ. നീ ഒരു കാര്യം ചെയ്യും, ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പ് ഇടേ. അയ്യോടാ ഞാൻ ഫോൺ എടുത്തില്ലടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയായിട്ടെല്ലാം നടക്കാം, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എത്തുമായിരിക്കും. വാ. ഫോൺ എടുക്കാണോ മൊണ്ണ? ഇങ്ങനെ ഫോട്ടൊക്കെ കാണിക്കുന്നത് എടുക്കാൻ മറന്നുപോയത്. അവർ രണ്ടുപേരും അവരോട് ചേട്ടാ എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അറിയാവോ? മോൻ എന്താ പ്രശ്നം? നിങ്ങൾക്ക് വഴി തെറ്റിയോ? ഇത് പിടി, നമുക്ക് വഴി എന്ന് പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി കൊടുക്കാം, വീട്ടിലാക്കി കൊടുക്കാം അല്ലേ? മക്കളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, വഴി മൊത്തം ഇവനറിയാം. ഇവൻ ഈ കാട്ടി ജനിച്ച് വന്നവൻ അല്ലടാ. യാന്ന് ചേട്ടൻ പറ, ഇവന്റെ വീട്ടിലോട്ട് പോകേണ്ട വഴി എവിടാന്നറിയോ? നീ നീ പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ വന്ന വഴി തെറ്റിയ പിള്ളേർ, മനസ്സിലായോ? നിങ്ങക്ക് എന്നാ വേണ്ടേ? തെളിച്ചു പറ. അതല്ലേ ചേട്ടാ ഞാൻ ആദ്യമേ പറഞ്ഞേ, ഞങ്ങക്ക് വഴി തെറ്റി, വീട്ടിലേക്ക് പോകേണ്ട വഴി അറിയത്തില്ല. സ്വന്തം വീടുള്ള അറിയത്തില്ല, ഇത്രയ്ക്ക് പൊട്ടറാണോ നീ? എടാ ഇമ്മാരെ വീട്ടിൽ കൊണ്ടാക്കണം, അത് നിന്റെ പോലെയാ. എന്നാ ഇതെല്ലാം പിടി, വാ വാ അങ്ങടെ പറയുവാ. ഇതല്ലേടാ നീ കുറച്ചു പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയ വഴി. ഇവര് ഇങ്ങോട്ട് ഈ കൊണ്ടുപോകുന്നു. ഇത് ഏത് പുള്ളിയാണോ ആർക്കറിയാം. എന്തായാലും കൂടെ പോയ എവിടെയും ചെന്ന് എത്തുമായിരിക്കും. ഭാഗ്യത്തിന് 2 മനുഷ്യന്മാരെ കണ്ടുമുട്ടി. നീ ഓരോ മണ്ണ കാട്ടിലും കൊണ്ടുപോകാക്കിട്ട്. ഇത് വാട്ടർഫാൾസ്. സംഭവം ഇവൻ തമിഴ്നാട്ടുകാരനാണേലും ഇവിടത്തെ കാട്ടിൽ ജനിച്ചു വളർന്നവനെ, കേരളത്തിലെ കാട്ടിൽ. അതുകൊണ്ട് ഇവിടെ എല്ലാം അറിയാം അല്ലേ? എന്ത് പറഞ്ഞാലും അത് മാത്രമേ അറിയത്തുള്ളൂ മലയാളത്തിൽ അല്ലേ? നീ മീനെ കാണാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നമുക്ക് പോകണ്ടേ? നീ വന്നേ, എനിക്ക് വീട്ടിൽ പോകണം. മക്കളെ ഇതാണ് കേരളത്തിലെ കണ്ടം. ഇതാ കേരളക്കാ കണ്ട്. ഒരു 10 മിനിറ്റ് നിന്നാ പോത്തുള്ളല്ലേ ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന കാണാൻ പറ്റൂ. നിൽക്കുന്നോ? എന്ത് നിൽക്കാന്ന്? നീ കേരളത്തിൽ വളർന്നതല്ലേ, ഇതൊക്കെ നീ കണ്ടതല്ലേ? എനിക്ക് വീട്ടിൽ പോകണം. മോനെ കണ്ട ഒരു പോത്ത് വന്നിട്ടുണ്ട്. ബാ ഇപ്പൊ നമുക്ക് നടന്നോണ്ട് കാണാം. കട്ടന വീട്ടിൽ പോണ്ടേ? നിൽക്കുന്നുണ്ടല്ലോ പശുവാ. അത് പോത്താതാവും വഴി പിരിങ്ങി. ആമയില്ലടാ പശു. ഇവരെന്നെ കൂടെ പൊട്ടറാക്കൂ. ഇവിടെ കൊൽക്കട്ടയിൽ ഹൗറ ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പെരുമഞ്ചി ബ്രിഡ്ജ് ഉണ്ട് കേരളത്തിൽ. എന്ത് മനസ്സിലായില്ലേ? മനസ്സിലായി കൂടെ. ഇപ്പൊ മനസ്സിലായി. എടാ നീ എന്ത് മനസ്സിലായ കാര്യം ഈ പറഞ്ഞത്? എടാ ഒരു തമിഴൻ പറഞ്ഞില്ലേ, കൊൽക്കട്ടയില് ഒരു ബ്രിഡ്ജും ഇവിടെ ഒരു ബ്രിഡ്ജും ഉണ്ട് എന്നാ തമിഴൻ പറഞ്ഞത്. എന്തൊക്കെയാണോ? ഇനി ഇങ്ങപ്പൊക്കെ പോകോ. ഇപ്പഴല്ലേ ഒരു കണ്ണം കഴിഞ്ഞത്, ഇനി അടുത്ത കണ്ണം. എനിക്ക് വീട്ടിൽ പോയില്ലേ നല്ല പ്രശ്നം കേട്ടോ. കേരള ബോർഡറായി നമ്മൾ തമിഴ്നാട് എത്തിയടാ. ഇവിടെ തമിഴ്നാട് എത്തിയെന്നോ? ഞാൻ നിന്നെ എവിടെ കൊണ്ടുപോകാനാ പറഞ്ഞേ? ഈ അണ്ണാച്ചിമാരെയൊക്കെ വിശ്വസിച്ച് എനിക്ക് പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോകണം. ഫോളോ മീ. വാങ്കോ എന്ത് മാങ്കോ എടാ ഈ തമിഴ്നാട്ടുകാരന് ഞാൻ ഇപ്പോൾ തമിഴ് പഠിപ്പിക്കണമല്ലോ. എടാ വാങ്കോ എന്നോട് പറ. വാങ്കോ. മക്കളെ അങ്ങോട്ട് പോയ കർണാടക, അങ്ങോട്ട് പോയ പൂനെ, ഇങ്ങോട്ട് പോയ ഹൈദരാബാദ്. എങ്ങോട്ടെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ, ഞങ്ങളതാ പോവാ. നീയൊക്കെ ഏടാ ഇറക്കാൻ പോകുന്ന വഴിക്കല്ല മമ്മി കയറുകയും ചെയ്യും. പറഞ്ഞു വിടാമോ? നീ തമിഴ്നാട്ടുകാരനല്ലേ, മലയാളം സംസാരിക്കുന്നോ? നിങ്ങൾക്ക് അറിയാമായിരുന്നോ? കള്ളാ നീ എന്ത് ഇത്രയാണ്? ഞങ്ങളെ പൈസ ഞാൻ അവരോട് പോവാ.